ഇവിടെ പതിയോ പത്നിയോ മക്കളോ സ്ഥിതപ്രജ്ഞരല്ലാതായാൽ എന്ത് ചെയ്യും? സാമാന്യമായിട്ട് ലോകത്തിൽ ആരും സ്ഥിതപ്രജ്ഞരല്ല. ഈ പറഞ്ഞ ലക്ഷണങ്ങളോട് കൂടിയ സ്ഥിതപ്രജ്ഞര് അനേക ലക്ഷം പേരിൽ ഒരാളെ കാണും. ഇവിടെ പറഞ്ഞ സ്ഥിതപ്രജ്ഞ. പിന്നെ ലൗകികമായ ജീവിതത്തിൽ ഒരു പ്രാഥമികമായ സ്ഥിതപ്രജ്ഞത ആവശ്യമാണ്. അത് ഈ പറഞ്ഞ സ്ഥിതപ്രജ്ഞതയല്ല. രണ്ടും വ്യത്യാസമുണ്ട്. മനസ്സിലായില്ല? രണ്ട് തലമാണ്. ഒന്ന്, വ്യാവഹാരികമായി ലോക ജീവിതത്തിൽ നമുക്ക് കുറച്ചൊരടക്കം വരേണ്ടതുണ്ട്. കുറച്ചൊരു അടക്കം വരേണ്ടതുണ്ട്. ഒട്ടും അടക്കമില്ല, തളച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതി ആണെങ്കിൽ ജീവിതം തന്നെ ക്ലേശകരമായിരിക്കും. എവിടെയും ശാന്തി ഉണ്ടാവില്ല. എവിടെയും അയാൾക്കും അസ്വസ്ഥതയാണ്, മറ്റുള്ളവർക്കും അസ്വസ്ഥതയാണ്. ആ ദിശയില് വീട്ടില് പതിയോ പത്നിയോ സന്താനമോ ആരെങ്കിലും അങ്ങനെയാണ്, എന്ത് ചെയ്യും? സ്നേഹം ആദ്യം, സ്നേഹപൂർവ്വമുള്ള ഇടപഴകലുകളും ആ വ്യക്തിത്വത്തെ ഞാൻ തിരിച്ചറിയുന്നു എന്ന ഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് അയാളെ ഉയർത്താനുള്ള പരിശ്രമങ്ങൾ. ഏറ്റവും പ്രധാനം വ്യക്തിത്വത്തെ അംഗീകരിക്കുന്നു എന്ന് കാണിക്കുകയാണ്. ഏറ്റവും പ്രധാനം ആ വ്യക്തിത്വത്തെ നമ്മൾ അംഗീകരിക്കുന്നു എന്ന് കാണണം. വലിയ ഒരു പ്രശ്ന പരിഹാരമാണ്. എന്നിട്ട് ഒന്നും സമാധാനമില്ലേ എങ്കിൽ വൈദ്യരുടെ ഇടപെടൽ കൊണ്ടിരിക്കണം. അത് സ്നേഹപൂർവ്വമുള്ള ഒരു സാന്ത്വന സ്പർശം എന്ന രീതിയിലുള്ള ഉപദേശങ്ങളാവാം, തിരിച്ചറിവോടുകൂടിയുള്ള സംഭാഷണങ്ങളാവാം. അതൊക്കെയാണ് കൗൺസിലിങ്ങിന്റെ ടെക്നിക്കുകൾ. ഏറ്റവും ആദ്യം കേൾക്കുക വേണ്ട, പറയല്ല. അയാളുടെ ക്ലേശങ്ങളും അയാളുടെ എല്ലാം കേൾക്കാനൊരു സന്നദ്ധത കാണിച്ചാൽ തന്നെ കുറെ പ്രശ്നം തീരും. ഒന്ന് ചേർത്ത് പിടിക്കാൻ സാധിക്കുക, അത് മതി. എന്നിട്ടും മതിയാവില്ല വെച്ചാൽ ചിലപ്പോൾ ഔഷധങ്ങളിലേക്ക് പോകേണ്ടി വരും, മരുന്നുകളിലേക്ക് പോകേണ്ടി വരും. അയാളുടെ ശരീരത്തിന്റെ ഈ മരുന്നുകളിലേക്ക് പോവാന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരഘടനയും മനസ്സും ബന്ധപ്പെട്ടിട്ടാണുള്ളത്. ശരീരഘടനയും മനസ്സും വളരെ, സ്ഥൂല ശരീരവും മനസ്സും വളരെ ബന്ധപ്പെട്ടിട്ടാണുള്ളത്. അപ്പൊ ആഹാരാദികളുടെ ക്രമീകരണം വളരെ പ്രധാനമാണ്. സ്ഥൂല ശരീരത്തിന്റെ ഘടന പരിശോധിക്കേണ്ടത് അനിവാര്യമാണ്. അപ്പൊ ശരീരത്തിന് ആവശ്യമായ ജീവകങ്ങൾ വേണ്ടത്ര ഇല്ലാതെ വരുമ്പോൾ മനസ്സ് നിയന്ത്രണം ഇല്ലാതാവുന്നുണ്ട്. നമ്മൾ വളരെ അടുപ്പമുള്ള പല സൈക്യാട്രിസ്റ്റുമാരോടും അങ്ങോട്ട് പറയാറുണ്ട്, ഞാൻ സൈക്യാട്രി ഒന്നും പാസ്സായി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളല്ല, പക്ഷെ എനിക്കൊരു അപേക്ഷയുണ്ട് നിങ്ങളോട്. നിങ്ങളുടെ അടുത്ത് വരുന്ന രോഗികളിൽ പ്രത്യേകിച്ച് ഒരുപാട് വ്യാകുലത വർദ്ധിച്ചു വരുന്ന രോഗി, അതുപോലെ വിഭ്രമത്തിൽ അകപ്പെട്ടു വരുന്നു, അവർക്കൊക്കെ നിങ്ങൾ മനഃശാസ്ത്രപരമായ ഗുളിക കൊടുക്കുന്നതിന് മുമ്പ് ദയവ് ചെയ്തവരുടെ വൈറ്റമിൻ ഡി ഒന്ന് നോക്കൂ. കാരണം വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വരും. അപ്പൊ ചെറിയൊരു വൈറ്റമിൻ ഡി കറക്റ്റ് ചെയ്യേണ്ടടുത്ത് അവര് എക്കാലവും മരുന്ന് കഴിക്കേണ്ട അവസ്ഥയിലേക്ക് രോഗികളെ എത്തിക്കും. പലരും ചെയ്യാറില്ല. വലിയ ഡോക്ടർമാരായിരിക്കും. എന്താ വെച്ചാൽ നമ്മൾ പലപ്പോഴും വലിയ വലിയ കാര്യങ്ങൾ പഠിച്ചാൽ നമ്മുടെ ചിന്ത പോയി നിലയ്ക്കാൻ പോവുക, ചെറിയ ചിന്ത പോവില്ല. അത് ശ്രദ്ധിച്ചില്ല? വലിയ വലിയ കാര്യങ്ങൾ ആദ്യം ചിന്തിക്കും. അത് പൊളിഞ്ഞു പോകുന്നു വെച്ചാൽ എത്ര വെയിറ്റ് കൂടിയോ, അതാണോ ഇതാണോ, ആദ്യം അവർ ദ്രവിച്ചിരുന്നെന്ന് ആദ്യം നോക്കാൻ തോന്നില്ല. പലപ്പോഴും നമുക്കുണ്ടാവുന്ന പ്രശ്നമാണ്. ചെറിയ പ്രശ്നങ്ങളെ അന്വേഷിച്ചു പറയും. പറഞ്ഞു വന്നത്, ഈ പറഞ്ഞ അസമാഹിതത്വത്തിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. അയാൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, അയാളുടെ ജീവിത സാഹചര്യങ്ങൾ, എന്തെല്ലാം സംഘർഷങ്ങൾ അയാൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ടെന്നാണ്. അഥവാ അയാളുടെ സംഘർഷങ്ങൾ തുറന്നു വിടാൻ അവസരം നൽകാത്തത്, ചെറുപ്പത്തിലെ ഉണ്ടായിട്ടുള്ള ഈ ട്രാപ്ഡ് ഇമോഷൻസ്,
വളരെ പ്രധാനം. അതൊന്നും തുറന്നു വിടാൻ കഴിഞ്ഞാൽ തന്നെ പകുതി രക്ഷപ്പെടും. ചെറുപ്പത്തിൽ ഉണ്ടാകുന്ന ട്രാപ്ഡ് ഇമോഷൻസ് വളരെ പ്രധാനമാണ്, വളരെ പ്രധാനമാണ്. ഒരു കക്ഷിയെ എനിക്കറിയാം, ആലോചിച്ചൊരു എത്തുപിടിയും കിട്ടില്ല. അയാള് ബിടെക് കഴിഞ്ഞ് MS കഴിഞ്ഞ് നല്ല ഉയർന്ന മാർക്ക് MS ഒക്കെ പാസ്സായി മറ്റൊരു രാജ്യത്ത് ജോലി ചെയ്യുന്ന ആളാണ്. ഭാരതത്തിലല്ല, ഭാരതത്തിൽ നിന്ന് വളരെ ദൂരെ ഒരു രാജ്യത്ത് ജോലി ചെയ്യുന്ന ആളാണ്. അയാള് വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും കേരളത്തിലേക്ക് വരും. എന്നിട്ട് പട്ടണത്തിന്റെ പേര് പറയുന്നില്ല, കാരണം ഇത് റെക്കോർഡ് ചെയ്യുന്നൊക്കെ ഉണ്ടല്ലോ, ഒരു സൂചനയെങ്കിലും അയാൾക്ക് കിട്ടിയ വിഷമാണ്. അതുകൊണ്ടാണ് അയാളുടെ വീട്ടിൽ നിന്ന് അടുത്തുള്ള പട്ടണത്തിൽ വന്ന് അവിടുത്തെ ഏറ്റവും വാടക കൊടുക്കേണ്ടുന്ന ഹോട്ടലിൽ വന്ന് റൂം എടുത്ത് താമസിക്കും. എന്നിട്ട് ഏതെങ്കിലും വഴിയിൽ അമ്മയെ അറിയിക്കും, എന്ത് ഇയാളിവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കും. അതായത് ഇയാൾ അറിയിച്ചെന്ന് തോന്നാനും പാടില്ല. ആ രീതിയിൽ അമ്മയെ കാണാൻ ഇയാൾ പോയില്ല, അമ്മയ്ക്ക് ഇങ്ങോട്ട് വരാൻ അനുവാദമില്ല. പിന്നെ എന്തിനാണ് ഇയാൾ ഇത്ര ദൂരെ യാത്ര ചെയ്ത് കൊല്ലത്ത് 2 പ്രാവശ്യമെങ്കിലും വന്ന് അമ്മയുടെ അടുത്ത് അമ്മയെ വിളിപ്പിക്കാൻ പറഞ്ഞു? എന്റെ മകൻ ഇത്ര ദൂരെ നിന്ന് വന്നിട്ടും എന്നെ കാണുന്നില്ലല്ലോ എന്നുള്ള ദുഃഖം അമ്മയ്ക്ക് അനുഭവിക്കണം. അതിനുവേണ്ടി മാത്രം. വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാണോ? അല്ല. വിവരമില്ലാത്ത ആളാണോ? അല്ല. അയാളുടെ പ്രൊഫഷനിലാണ് മികച്ച ആളാണ്. ഇപ്പൊ ചെറുപ്പത്തിൽ 4 വയസ്സുള്ളപ്പോ അമ്മ ഇയാളെ അടിച്ചിട്ടുണ്ട്. ഓരോരു കാരണം. 4 വയസ്സ് ഇയാൾക്കുള്ള സമയത്ത് അമ്മ ഇയാളെ നല്ലപോലെ അടിച്ചു. ആ ട്രാപ്ഡ് ഇമോഷൻ ഇപ്പോഴും അയാൾ കിടക്കുകയും അയാൾക്കത് വിരോധമായിട്ട് അമ്മയോട് തീരുകയും ചെയ്തിരിക്കുക. അത് ഇതുവരെ തുറന്നു വിടാൻ അവസരം കിട്ടി. ഒന്ന് തുറന്നാൽ മതി, ഒറ്റ നിമിഷം തുറന്നാൽ മതി. അത് തുറക്കാൻ അവസരം കിട്ടിയിട്ടില്ല. ഇതെങ്ങനെ പത്നിയോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒന്ന് കൂട്ടി ആശ്രമത്തിൽ കൊണ്ടുവരും, ഞാനത് തുറന്നുതരാം. വരില്ല. സന്യാസി എന്ന് പറഞ്ഞാല് വലിയ വിരോധമൊന്നുമില്ല, പക്ഷെ വരില്ല. പ്രത്യേകിച്ച് എന്റേതായ വ്യക്തിത്വം മറ്റാരുടെ മുമ്പിൽ തുറന്നു പറയാൻ പാടില്ല എന്നാണ്. എന്റെ പ്രൈവസിയാണ്. അങ്ങനെ പോയിട്ട് ഇരിക്കേണ്ടി വരും അവസാന കാലം വരെ. അല്ലാണ്ട് എന്ത് ചെയ്യും? എവിടെയെങ്കിലും തുറക്കണ്ടേ? ട്രാപ്ഡ് ഇമോഷൻ തുറന്നു കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു. ഇതൊന്നും കഥ പറയാ, ഉള്ള പോലെ പറയാ. ഒട്ടനവധി ദൃഷ്ടാന്തം പറഞ്ഞു. അതുകൊണ്ട് അവിടെ അത്തരം ഇടപെടലുകൾ വേണ്ടി വന്നാൽ ചെയ്യിക്കേണ്ടി വരും. ഇത്രയോ. വീടുകളിൽ സ്നേഹപൂർണമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് മുഖ്യം. നമ്മളെ കൂട്ടിച്ചേർക്കുന്നത് സ്നേഹം. ആ സ്നേഹത്തിന്റെ അന്തരീക്ഷം, തിരിച്ചറിവിന്റെ അന്തരീക്ഷം ഉണ്ടെങ്കിൽ ഒരുവിധം പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് ഒന്നിച്ച് തരണം ചെയ്യാം. ഇതാണ് പറയാനുള്ളത്. മറ്റെന്തെങ്കിലും? മിത്രമായി നീ തുണച്ചോരു മൂലം മമ ശത്രുക്കളെ ജയിച്ചേനൊരു ജാതി ഞാൻ. ആചന്ദ്രതാരകം ലങ്കയിൽ വാഴുക നീ, നാശം അരികളാൽ ഉണ്ടാകയില്ലതേ. ശ്രീരാമാഭിഷേകം കഴിഞ്ഞ് വിഭീഷണന് കൊടുത്ത അനുഗ്രഹം ഇപ്പോഴും നിലനിൽക്കേണ്ടതല്ലേ? ആചന്ദ്രതാരകം എന്നുള്ള വാക്ക് പറഞ്ഞുകൊണ്ടാണ് വിഭീഷണന് കൊടുത്ത അനുഗ്രഹം ഇപ്പോഴും നിലനിൽക്കേണ്ടതല്ലേ വെച്ചാൽ വിഭീഷണൻ ഇപ്പോഴും അവിടെ രാജാവായിട്ടിരിക്കേണ്ടതല്ലേ? അല്ലേ? അതല്ലേ ഇപ്പൊ ചോദ്യത്തിന്റെ അർത്ഥം. ആചന്ദ്രതാരകം, ഇത് എല്ലാ വാക്കുകൾക്കും വാച്യാർത്ഥം എടുക്കരുത്. നമ്മുടെ നാട്ടില് ഈ വീടുകള് നിർമ്മിക്കുന്ന സന്ദർഭത്തിൽ നിർമ്മിച്ചേൽപ്പിക്കുന്ന ചടങ്ങുണ്ട്. ഇപ്പൊ അതുല്യൊന്നുമില്ല. ഇപ്പൊ ഒക്കെ വേറെ പാർട്ടികളൊക്കെയാണ്, വെള്ള പാർട്ടി ഒക്കെയാണ് ഇപ്പൊ കൂടുതൽ. അതെ, സത്യം പറഞ്ഞാൽ എന്താ. പക്ഷെ പണ്ട് കാലത്ത് ചടങ്ങുണ്ട്. ആശാരി ഒരു മുഴക്കോല്, കയ്യിലൊരു ഉളി എല്ലാമായി പുതുവസ്ത്രം ധരിച്ചു വന്ന് ഉമ്മറത്തെ പടിയിൽ ഈ കോല് ഒന്ന് ഊന്നി സ്പർശിച്ച്
വീട്ടുകാരനെയും വീട്ടുകാരത്തിയെയും വിളിച്ച് അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പൊ പറയും, ഭൂമിയും ചന്ദ്രനും നക്ഷത്രങ്ങളും ഉള്ള കാലത്തോളം, ഈ ഭൂമിയിൽ സമുദ്രങ്ങളുള്ള കാലത്തോളം ഈ വീട്ടിൽ നീയും നിന്റെ കുടുംബവും സന്തോഷമായി സമാധാനത്തോടു കൂടി ജീവിക്കുക എന്നും പറഞ്ഞിട്ട് കൊടുക്കും. എന്നാ ഇവരൊരു ദക്ഷിണ കൊടുക്കണം. ദക്ഷിണ കൊടുത്താൽ ആശാരി പുറത്ത്, വീട്ടുകാരനകത്ത്. അതെ, ഈ പറയുന്ന ആശാരിക്ക് അറിയില്ലേ ചന്ദ്രനോ നക്ഷത്രമുള്ള കാലത്തോളം? പിന്നെ കുറച്ചു കൊല്ലം കഴിഞ്ഞാൽ അത് പൊളിച്ചു മാറ്റി ഉണ്ടാക്കണം. എത്ര നന്നാക്കി ഉണ്ടാക്കിയാലും ശരി, പഴയ രീതിയിൽ ഉണ്ടാക്കിയ നല്ല ചെങ്കല്ല് കൊണ്ട് ഉണ്ടാക്കി നല്ല മരപ്പണിയൊക്കെ ആണെങ്കിൽ 100 കൊല്ലം വീട് നിലനിൽക്കും, അത് ഉറപ്പാ. ഇന്നിപ്പോ കോൺക്രീറ്റ് ഒക്കെ 40 കൊല്ലം 50 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് പൊളിഞ്ഞു വീഴും. എല്ലാവർക്കും അറിയാം. എന്നാലും പറച്ചില് മാറ്റൂല. പറച്ചിലായി കൂട്ടിയാൽ പോരെ, നീ എല്ലാ കാലവും ലങ്കയുടെ അധിപതിയായിട്ട് വാഴും എന്ന് ഒരു പ്രേരകമായിട്ട് എടുത്താൽ പോലെ, വാച്യാർത്ഥം എടുക്കേണ്ടതെന്ന് എൻ്റെ അഭിപ്രായം. ഈ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലൊക്കെ സംസ്കൃതം മാത്രമല്ല ഭാഷ, അതിശയോക്തി, ന്യൂനോക്തി, ആലങ്കാരിക ഭാഷ, രൂപക ഭാഷ, ഇതൊക്കെ എല്ലാം. അപ്പൊ അതിശയോക്തി ഭാഷ രാമായണത്തിൽ വളരെ കൂടുതലാണ്. അയ്യോ, നോക്കൂ, രാവണൻ പറഞ്ഞു, ഇനിയിപ്പൊ കാര്യം നടക്കണമെങ്കിൽ ഒന്നേ വഴിയുള്ളൂ. ആ കുംഭകർണനെ വിളിച്ചു പോകണം. ഉടനെ കുംഭകർണനെ വിളിക്കാൻ ആൾക്കാർ പോയി. മൂപ്പര് നല്ല ഉറക്കത്തില്ല. പിടിച്ചു കുലുക്കി ഉരുട്ടി നിർത്തി. ആവണമെന്നൊക്കെ ആനകളുടെ നെഞ്ചിലൂടെ നടത്തിച്ചു എന്നാണ്. നോക്കണേ, ആനകളുടെ നെഞ്ചിലൂടെ നടത്തിച്ചു. അതെന്തൊരു മനുഷ്യനാണ്. അത് കഴിഞ്ഞ് രോമം പിടിച്ച് വരിപ്പിച്ച് മൂക്കത്തെ ഒക്കെ പറയുന്നുണ്ട്. ഇതൊന്നും കൊണ്ടുപോകണമെന്നില്ല, അവസാനം ഇങ്ങനെ ഉണ്ടോ, എന്തോ ഒരു നീര് മൂക്കിൽ ഇട്ടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സാധിക്കുക? എന്താ അഭിപ്രായം നിങ്ങളുടെ? അതിശയോക്തി ഭാഷയാണ്. അല്ലെങ്കിൽ വേണ്ടില്ല, ദശരഥന് 60,000 വയസ്സായിട്ടുണ്ടായ മക്കളാണ് രാമനും ലക്ഷ്മണനും ഒക്കെ, ഭരതനും ശത്രുഘ്നനും. സാധിക്കുമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? മനുഷ്യന്റെ ആകെ ആയുസ് 100 കൊല്ലേ ഉള്ളൂ. പിന്നെ എങ്ങനെ 60,000 കൊല്ലം ജീവിക്കുക? അതൊരു ബോണസായി കൂട്ടിക്കൂടാ. അതിപ്പോൾ 134 വയസ്സ് കഴിഞ്ഞിട്ട് യോഗിയായിരുന്ന മഹാത്മാവ് കഴിഞ്ഞ വർഷം സമാധിയായെന്ന് അറിയുന്നു. 134 വയസ്സിൽ യോഗാസനങ്ങൾ മുഴുവൻ ചെയ്യുന്നു. അത് കുറച്ച് ബോണസ് കിട്ടണതാണ്. സാമാന്യ ആയുസ് 100. സദായുർവൈ പുരുഷ. അതുപോലെ ശ്രീരാമൻ 11,000 കൊല്ലം രാജ്യം ഭരിച്ചു. സാധിക്കും? എന്താ അഭിപ്രായം? ഇല്ല, സാധ്യമല്ല. അതൊക്കെ അതിശയോക്തി ഭാഷകളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഭാഷകൾ മനസ്സിലാക്കാതെ പുരാണേതിഹാസങ്ങൾ വായിച്ചാൽ ഒരു എത്തും പിടിയും കിട്ടില്ല. പരസ്പര വിരുദ്ധത ദോഷം വരും. ഇല്ല, അങ്ങനെ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഒറ്റ വഴിയുള്ളൂ. കലിയുഗത്തിൽ 100-ഉം ദ്വാപരത്തിൽ 200-ഉം ത്രേതായിൽ 300-ഉം കൃതത്തിൽ 400-ഉം ആയുസ് എന്നൊരു ശ്രുതി പറയും. അതിൽ കൂടുതൽ എടുക്കാൻ മതി. പക്ഷെ ശ്രുതി പറയണത് മനുഷ്യന് 100 വയസ്സാണ് ആയുസ്. ശതായുർവൈ പുരുഷ. അപ്പൊ 100 നമുക്ക് ഒരു കുറച്ച് കുറവാൻ തോന്നുകയാണെങ്കിൽ ഒന്ന് നീട്ടി 120 വരെയൊക്കെ എത്തിക്കാം. വിരോധമില്ല. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ, ഒരു മാസം എന്ന് പറഞ്ഞാൽ നക്ഷത്രമാസമാക്കുക. നക്ഷത്രമാസമാണല്ലോ ശരീരമായിട്ട് ബന്ധപ്പെട്ടത്, അല്ലേ? ശരീരമായിട്ട് ബന്ധപ്പെട്ട മാസം ഏതാണ്? നക്ഷത്രമാസമാണ്, സംശയമില്ല. കാരണം സ്ത്രീകളുടെ ആർത്തവം നോക്കിയാണ്. സ്ത്രീകളിൽ വരുന്ന ആർത്തവം നക്ഷത്രമാസം അനുസരിച്ചാണ്. 27 കഴിഞ്ഞാൽ 28-ാം ദിവസം പുതിയ സൈക്കിൾ, വീണ്ടും 28-ാം ദിവസം പുതിയ സൈക്കിൾ, നക്ഷത്രമാസം. അപ്പൊ അങ്ങനെ എടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് നീട്ടിപ്പിടിക്കാം. 110 എത്രയാകുന്നു കൂട്ടി വെക്കും. ഭീഷ്മർക്ക് 400 അല്ലേക്ക് ഉണ്ടോന്ന് അറിയില്ല. ഉണ്ടാവും. അറിയില്ല.
അതൊക്കെ രൂപക ഭാഷ, അതിശയോക്തി ഭാഷ, ന്യൂനോക്തി ഭാഷ, ഇതൊക്കെ ഉണ്ട്. അല്ലാണ്ട് ഇതൊന്നും വാച്യാർത്ഥം എടുക്കാൻ നമുക്ക് വയ്യ. സ്വസ്ഥൻ എന്നുള്ളതിന്റെ ശരിയായ അർത്ഥം ആത്മനിഷ്ഠനാണ്. കാരണം സ്വസ്മൻ തിഷ്ഠതി, തന്നിൽ ഇരിക്കുന്നവൻ. നമ്മളൊക്കെ തമ്മിലാണോ ഇരിക്കുന്നത്? അല്ല, വേറെ പലരിലാണ്, പലതിലാണ്. വിശപ്പിൽ, ദാഹത്തിൽ, പ്രശംസയിൽ, സ്തുതിയിൽ, നിന്ദയിൽ, ശത്രുവിൽ, മിത്രത്തിൽ ഒക്കെ നമ്മൾ ഇരിക്കണം. പലതുമാണ്. അപ്പൊ താൻ ആരെന്നറിഞ്ഞ് തന്നിലിരിക്കുന്ന വിജ്ഞാനിയുടെ അവസ്ഥാവിശേഷമാണ് സ്വസ്ഥത. ശ്രദ്ധിക്കുക. ഹൃസ്ഥലേ മനസ്വസ്ഥതാക്രിയ ഭക്തിയോഗബോധാശ്ച നിശ്ചിതം എന്ന് രമണ മഹർഷി പറഞ്ഞു തരും. സഹസ്രനാമങ്ങൾ ചൊല്ലാറുണ്ട്. കൃത്യാന്തര ബാഹുല്യമുള്ള ആള് കൃത്യങ്ങൾക്കിടയ്ക്ക് ചൊല്ലാമോ? തീർച്ചയായിട്ടും ചൊല്ലാം. പക്ഷെ ഏതിനാ പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളത് ഇരിക്കും. ഇതര കൃത്യത്തിനാണ് പ്രാധാന്യം, അല്ല സഹസ്രനാമത്തിനാണോ പ്രാധാന്യം? സ്വാമി, വീട്ടിലൊരു പൂജാമുറി വേണമെന്ന് ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്. സന്തോഷം, നല്ലതാണ്. നിങ്ങൾ വീടുണ്ടാക്കുമ്പോൾ അങ്ങനെ ഒരു ചിന്ത വന്നൂലോ. അങ്ങനെ ഞാൻ പോയി നോക്കി. വീട്ടിൽ സ്വീകരണ മുറി വലിയ മുറിയുണ്ട്. യവനും എവർക്കും കിടക്കാൻ വേണ്ടിയിട്ട് പന്ത് കളിക്കാൻ തക്കോണം വലിയൊരു മുറിയുണ്ട്. അയ്യോ, അവരുടെ ബാത്റൂം, ടോയ്ലറ്റ് എന്നൊക്കെ പറഞ്ഞ സാധനത്തിന്റെ വലുപ്പം കണ്ടാൽ തന്നെ പേടിയാവും. ഇതൊക്കെ കഴിഞ്ഞ് കോണീന്റെ അടിയിലൊരു സ്ഥലമുണ്ട്. ചേട്ടാ മഹാഭാവി, നീ എന്നോട് പറഞ്ഞാൽ എന്താ? ഇതെന്തായാലും വേസ്റ്റായി കിടക്കുന്ന ഒരു സ്ഥലം. ഈ അടിയിലേക്ക് മനുഷ്യന് പോകാൻ വഴി. അപ്പൊ എന്തുണ്ട്? അവിടെ ഒരു ചുമരം കെട്ടി വാതിലും വെച്ച് ഭഗവാനും കൊടുത്തു. അതാ പറഞ്ഞത്, ഏതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളത് അനുസരിച്ചിരിക്കും. കൃത്യാന്തരം ഉണ്ട്, സന്തോഷം ഇല്ല എന്ന് പറയുന്നില്ല, ആരോടും എതിര് പറയുന്നില്ല. പല പണിയും നമുക്ക് ചെയ്യാനുണ്ട്. പക്ഷേ കുറച്ചുകൂടെ നാമം ജപിക്കാൻ, ഒരു ഇരുന്ന് ജപിക്കാൻ, ആ ഉറക്കത്തൊന്ന് കുറച്ച് സമയം ഒന്ന് കുറച്ചാ പോലെ. കുറച്ച് സമയം ഒന്ന് ഇരുന്ന്, ഒട്ടും വയ്യാച്ച വിരോധമില്ല. അല്പെങ്കിലും ഒന്ന് ഇരുന്ന് ജപിക്കാൻ പറ്റണ്ടേ? നമുക്ക് വേണ്ടിയിട്ടല്ലേ, വേറെ ആർക്കും വേണ്ടിയിട്ടല്ലല്ലോ. അത് മതി. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഈ സഹസ്രനാമമൊക്കെ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഒക്കെ ചെയ്യാം, ഒരു വിരോധമില്ല. അതുപോലെ ജപം, മന്ത്രജപം എപ്പോഴും. പക്ഷേ കുറച്ച് സമയമെങ്കിലും, ഒരു 24 മിനിറ്റ് കുറയാതെ എങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്നോ, കിടന്നോ, നിന്നോ. ഇരുന്ന് തന്നെ പറയാൻ പറ്റില്ല, എല്ലാവർക്കും ഒന്നും ഇരുന്ന് ജീവിക്കാൻ പറ്റില്ല. ശരീരസ്ഥിതി അനുസരിച്ചാണ് വളർത്തെ. എന്തൊക്കെ രോഗങ്ങളോ ഓരോരുത്തർക്കൊന്നും അറിയുക. ഒന്ന് സ്വസ്ഥമാക്കിയിട്ട് അതിനു വേണ്ടി നീക്കി വെച്ചിട്ട് ചെയ്യണം. ഒരു 24 മിനിറ്റെങ്കിൽ. ബാക്കി പിന്നെ എന്ത് വേണമെങ്കിൽ ചെയ്യണം. വാസനയെ അനുഭവിച്ചുകൊണ്ട് വാസനാക്ഷയം സംഭവിക്കുമോ? അനുഭവിച്ചുകൊണ്ട് എന്ന് പറയുമ്പോൾ വേണ്ടതുപോലെ നിരീക്ഷിക്കുകയും, ഒന്നുകൂടി ആവർത്തിക്കാം, വേണ്ടതുപോലെ നിരീക്ഷിക്കുകയും ജീവിതത്തിൽ നിന്ന് പാഠങ്ങളെ ഉൾക്കൊള്ളുകയും ചെയ്യുക. ഈ വാസനാ പ്രവൃത്തനാകുമ്പോൾ വീണ്ടും 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 താൻ ബന്ധിക്കപ്പെടുന്നതിനെ കുറിച്ച് ആലോചിക്കുക. അങ്ങനെ വാസനയെ അനുഭവിക്കുക, വാസനയ്ക്ക് അനുസരിച്ച് പ്രവർത്തനങ്ങൾ ചെയ്യുക. അല്ലാതെ ബലപൂർവ്വകം നിർത്തിവെക്കുന്നത് അപകടമാണ്. ബലപൂർവ്വകം നിർത്തിവെച്ചാൽ അത് അപകടമാണ്, അത് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് വാസനാനുരൂപം പ്രവർത്തിക്കുക തന്നെയാണ് വേണ്ടത്. പക്ഷേ നമ്മുടെ ഏറ്റവും വലിയ ഗുരു എന്ന് പറഞ്ഞാൽ ജീവിത അനുഭവങ്ങൾ.
അപ്പൊ ജീവിത അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ വാസനാപ്രവൃത്തനാകുന്നത് കൊണ്ടുണ്ടാകുന്ന അനേകവിധ ദോഷങ്ങളെ ആലോചിച്ചുകൊണ്ട് നമുക്കതിനെ ജയിക്കാം. അല്ലാതെ വാസന ഉള്ളതിനെ മൂടി വെച്ചിട്ടൊരു പ്രയോജനമില്ല, ഇല്ല എന്ന് അഭിനയിച്ചിട്ടൊരു പ്രയോജനമില്ല. അതൊരു തരം മിഥ്യാചാരതയാണ്. നേരത്തെ പറഞ്ഞ മിഥ്യാചാരം നേരത്തെ പറഞ്ഞു, അങ്ങനെയാണ്. അത് പാടില്ല. അതുകൊണ്ട് കുറുവന്നേവേഹ കർമാണി ജിജീവിഷേ ഛദം സമാഹ ഏവം ത്വയി നാന്യഭേദോസ്തി ന കർമ്മ ലിപ്യതേ നരേ എന്ന് ഉപനിഷത്ത് പറയുന്നത് ശ്രദ്ധിക്കുക. കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ കർമ്മത്തിന്റെ പിടിയിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ കഴിയുക. കുറുവന്നേവേഹ കർമ്മമാണ്. ഇവിടെ ഈ മനുഷ്യലോകത്തിൽ കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കൂ. എത്ര? ശതം സമാഹ, 100 കൊല്ലം, പരമാവധി കാലം. ഏവം തൊയ്, അങ്ങനെയുള്ള നിന്നിൽ, കർമാധികാരിയായ നിന്നിൽ ന അന്യഥാ ഇതഹ അസ്തി, ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേറെ വഴിയില്ല. കർമ്മം ചെയ്യുന്നേ വഴിയുള്ളൂ. അപ്പൊ ജീവിതത്തെ നമ്മൾ വേണ്ടതുപോലെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ ക്രമേണ ഈശ്വരാർപ്പണ ബുദ്ധി നമുക്ക് വരും. അങ്ങനെ 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 ഈ വാസനാജാലത്തിനുപരി എത്താൻ കഴിയും. അതേ വഴിയുള്ളൂ. ശരി, സന്തോഷം.